നമസ്കാരം. ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ചെന്നൈ സൂപ്പർ കിങ്സിന് കനത്ത പ്രഹരം ഏറ്റിരിക്കുകയാണ്. കാലിനേറ്റ പരിക്ക് കാരണം CSKയുടെ വിശ്വസ്ത താരം എല്ലാവരുടെയും പ്രിയപ്പെട്ട MS ധോണിക്ക് ടൂർണമെന്റിന്റെ ആദ്യ 2 ആഴ്ച നഷ്ടമാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഷെഡ്യൂൾ പുറത്തു വന്ന സ്ഥിതിക്ക് ചെന്നൈയുടെ ആദ്യ 3 കളികളോളം തന്നെ ധോണിക്ക് മിസ്സാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ അതിനു മുൻപേ അദ്ദേഹത്തിന് വരാൻ സാധിക്കുമെന്നും എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. CSKയുടെ ക്യാപ്റ്റൻ അല്ലെങ്കിൽ പോലും CSKയുടെ പ്രധാന നെടുന്തൂണ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് MS ധോണി. CSKയിലൂടെ താരങ്ങളെ വളർത്തിയെടുക്കുക, പലരെയും മുൻപന്തിയിൽ എത്തിക്കുക, അതിലൂടെ തന്നെ ടീമിനും വളരെയധികം ഫാൻസിനെ നേടിക്കൊടുത്തൊരു താരം കൂടിയാണ് MS ധോണി. അദ്ദേഹം 2 ആഴ്ച മാറി നിൽക്കുക എന്നത്, 2 മാച്ചുകളിൽ മാറി നിൽക്കുക എന്നത് വളരെയധികം പ്രയാസപ്പെട്ടൊരു കാര്യമാണ്. ആരാധകരെ സംബന്ധിച്ച് കുറേയധികം നാളുകൾ കാത്തിരുന്നാണ് ധോണിയുടെ ഒരു ബാറ്റിംഗ് കാണാൻ കാത്തത്. എന്നാൽ അവിടെയാണ് ഈ പരിക്ക് വന്നത്. ശനിയാഴ്ച ചെന്നൈ സൂപ്പർ കിങ്സ് ഫ്രാഞ്ചൈസി തന്നെയാണ് ഔദ്യോഗികമായി ഈ വിവരം സ്ഥിരീകരിച്ചത് എന്ന് പറയാം. ചില കാരണങ്ങളാൽ തന്നെ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, സഞ്ജുവിനെ ടീമിൽ എടുക്കുകയോ അല്ലെങ്കിൽ എടുക്കാതിരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ, സഞ്ജുവിന് അവസരം കിട്ടാതിരുന്നാൽ പന്ത്, ഇടയ്ക്ക് അഭിഷേക് ശർമ്മ, ഇത്തരത്തിൽ തന്നെ പലർക്കും അപകടങ്ങൾ സംഭവിക്കും, പലരും തന്നെ ടീമിൽ നിന്ന് മാറേണ്ടി വരും, പരിക്ക് സംഭവിക്കും, ഇത്തരത്തിലുള്ള വാർത്തകളുണ്ടായിരുന്നു. ഇവരൊക്കെ വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ സഞ്ജുവിനെ കളിക്കാൻ പറ്റില്ല എന്നൊരു സാഹചര്യമാണെങ്കിൽ ചിലപ്പോൾ മാൻഡ്രേക്ക് യുദ്ധം നടക്കുമെന്ന് പലരും പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ കളിയായി മാറുന്നുണ്ട്. സഞ്ജുവിന് ഇതിലൊന്നും ചെയ്യാനില്ല. പരിക്ക് MS ധോണി തന്നെ വരുത്തിയതാകാം, അല്ലെങ്കിൽ അപകടം സംഭവിച്ചതാകാം. ഇതൊക്കെ തന്നെയും അദ്ദേഹത്തിന്റെ ഭാഗത്തുള്ള കാര്യങ്ങളാണ്. സഞ്ജുവിനെ നമ്മളിത് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല. പക്ഷെ ട്രോളുകൾ ഒരുപാട് വരുന്നുണ്ട്. സഞ്ജുവിന് ധോണി പോയാൽ മാത്രമേ വിക്കറ്റ് കീപ്പിംഗ് കിട്ടത്തുള്ളൂ, ഇല്ലെങ്കിൽ ഒരിക്കലും ചെന്നൈ ടീം സഞ്ജുവിനെ വിക്കറ്റ് കീപ്പിംഗ് ധോണിയെ മറികടന്ന് കൊടുക്കില്ല, ധോണി കൊടുത്താലേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പോൾ ധോണി അദ്ദേഹത്തിന്റെ റെസ്റ്റിന് പോയി കഴിഞ്ഞാൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരു പേര് സഞ്ജു തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ സഞ്ജു ചെന്നൈയിൽ ആദ്യ മാച്ചിൽ തന്നെ അദ്ദേഹത്തിന് വിക്കറ്റ് കീപ്പിംഗ് ചെയ്യാൻ പറ്റും. അതൊരു വലിയ നേട്ടം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന് ധോണിയുടെ ഇടയിൽ കളിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. കഴിഞ്ഞ ദിവസമെല്ലാം ഫീൽഡിങ്ങിന് വേണ്ടി പ്രാക്ടീസ് നടത്തിയതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിരിക്കെ ഈ ഒരു സാഹചര്യം നിലനിൽക്കെ ചിലപ്പോൾ ധോണിക്ക് പകരം കളിക്കാൻ പോകുന്നത്, വിക്കറ്റ് കീപ്പിങ്ങിന് നിൽക്കാൻ പോകുന്നത് സഞ്ജു ആയിരിക്കും. അങ്ങനെ ഒരു കാര്യം കൂടെ നിൽക്കുമ്പോൾ ഇപ്പോൾ ധോണി പോയാലേ അവസരം ലഭിക്കുമെന്നൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് തന്നെ സഞ്ജുവിന് മാൻഡ്രിക് പവർ ഉപയോഗിച്ച് മറ്റുള്ളവരെ വീഴ്ത്തിയതുപോലെ ഇപ്പോൾ ധോണിയെ വീഴ്ത്തിയിരിക്കുകയാണെന്ന് പറയുന്നവരും ഒരുപാട് പേരുണ്ട്. തിങ്കളാഴ്ച വൈകുന്നേരം ഗുവാഹത്തിയിലെ ബൻസപാര സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് CSKയുടെ ആദ്യ മത്സരം നടക്കുക. CSK ഔദ്യോഗിക പ്രസ്താവനയിൽ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഇപ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്. MS ധോണി നിലവിൽ കാലിനേറ്റ പരിക്കിനെ തുടർന്ന് ചികിത്സയിലാണ്. കാഫിനാണ് പരിക്കേറ്റത്. ഇതിന്റെ ഭാഗമായി IPL 2026 ആദ്യ 2 ആഴ്ച അദ്ദേഹത്തിന് നഷ്ടമായേക്കും. വേഗത്തിൽ സുഖം പ്രാപിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട തല എന്ന് CSK തങ്ങളുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ കുറിച്ചു. ധോണിയുടെ ഭാവത്തിൽ വിക്കറ്റ് കീപ്പിംഗ് ചുമതല ഇന്ത്യയുടെ ഓപ്പണർ സഞ്ജു സാംസൺ ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ധോണിയുടെ പിൻഗാമിയായിട്ടാണ് സഞ്ജു ടീം മാനേജ്മെന്റ് കാണുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ നടന്ന ലേലത്തിൽ മുന്നോടിയായി വലിയൊരു ട്രേഡിലൂടെയാണ് സഞ്ജു ചെന്നൈയിൽ എത്തിയത്. രവീന്ദ്ര ജഡേജ, സാം കറൻ എന്നീ 2 പ്രമുഖ താരങ്ങളെ രാജസ്ഥാൻ റോയൽസിന് നൽകിയാണ് CSK സഞ്ജുവിനെ സ്വന്തമാക്കിയത്.